Hey guys, welcome back to our YouTube channel. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വണ്ടി ആക്ച്വലി പറവൂരുള്ള നമ്മുടെ അസീം കാർഡ് വണ്ടിയാണ്. പുള്ളി ഇവിടെ ഇല്ല, കുവൈറ്റിലുള്ളത്. കുവൈറ്റിൽ നിന്ന് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് ആകെ ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടി നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ഓൾറെഡി ഇതിൽ ഗ്രില്ലും അതുപോലെ ഈ സ്നോർക്കല്, മേലത്തെ ആ റൂഫ് ലൈറ്റ്, ബമ്പർ, ഇത്രയും ആഡോൺസ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഇന്റീരിയർ ഫുള്ള് ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അസീംക്ക് നമ്മുടെ മുന്നത്തെ നമ്മൾ ബിൽഡ് ചെയ്ത വണ്ടികളെല്ലാം വീഡിയോസ് എല്ലാം കണ്ടിട്ട് പിന്നീട് ഓരോ വർക്ക്സ് ആയിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി അത്യാവശ്യം കയറേണ്ട എല്ലാ ആഡോൺസും നമ്മൾ ഈ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഒരു യു ടൈപ്പ് ഹെഡ്ലൈറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിൽ ഈ ഒരു പോർഷൻ കാണണ്ട, ഇത് ആക്ച്വലി ഡേ ടൈം ലൈറ്റ് ആണ്. ഈ ഡേ ടൈം ലൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റ് ആയിട്ട് മാറും. അത് നമ്മൾ പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വൈലറ്റ് ആയിട്ട് മാറും കേട്ടോ. പിന്നെ ഇതിൽ രണ്ട് പ്രൊജക്ടർ ഇരിക്കുന്നുണ്ട്, ഡിമ്മും ബ്രൈറ്റും ആയിട്ട്. അത്യാവശ്യം ബ്രൈറ്റുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. 1 ഇയർ വാറണ്ടി വരുന്ന ഒരു ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വർക്ക് എടുത്തൊരു വണ്ടിയിൽ ഇതേപോലെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അസീംക അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കസ്റ്റം ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഔട്ട്ലൈൻ ഇത് സ്റ്റിക്കർ അടിച്ചോ ഈ ഒരു ഭാഗം പെയിന്റ് അടിച്ചോ അല്ല, നമ്മൾ എക്സ്ട്രാ ഫൈബറിൽ നമ്മളൊരു ഔട്ട്ലൈൻ കസ്റ്റം ചെയ്ത് എടുത്തിട്ട് അത് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് ഫിനിഷിംഗ് ആക്കിയേക്കാണ് കേട്ടോ. ഈ ഫോഗ് ലൈറ്റിന്റെ ഈ ഒരു ഔട്ട്ലൈൻ വന്നിട്ട് സിൽവർ ആയിരുന്നു. 2 ഔട്ട്ലൈന് നമ്മൾ റെഡ് ഫിനിഷിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4x4 ഒരു ബാഡ്ജിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവറുള്ള ഒരു പ്രൊജക്ടർ ഫോഗ് ലാമ്പ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 3 കളേഴ്സ് വരുന്നതാണ്, യെല്ലോ, വൈറ്റ്, വാം കളറിലും വരും. അത്യാവശ്യം പവറിലുള്ള ഒരു ഫോഗ് ലൈറ്റ് ആണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോഗ് ലൈറ്റ് മാത്രം ഇട്ടാൽ മതി. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഫോഗ് ലൈറ്റ് മാത്രം ഇട്ടിട്ട് നമുക്ക് പക്ക ബ്രൈറ്റിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും പവറും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു ഫോഗ് ലൈറ്റിന്. ഈ ഒരു DRL ഉണ്ടല്ലോ, ഈ DRL നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി കൊണ്ടുവരുമ്പോൾ കമ്പനി DRL ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ DRL നമ്മൾ മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് DRLക്ക് നമുക്ക് ആക്കിയിട്ടുണ്ട്. 9070 എന്നുള്ള ഇയർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി അസീം കാർഡ് ഡേറ്റ് ഓഫ് ഇയർ ആണത്. ആ ഒരു ഇയർ സെയിം നമ്പർ തന്നെയാണ് പുള്ളി നമ്പറായിട്ട് വണ്ടി നമ്പറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയുടെ ഡേറ്റ് ഓഫ് ഇയർ ആയതുകൊണ്ടാണ് നമ്മളത് അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷിങ്ങിൽ, നോർമലി വൈറ്റിലാണ് എല്ലാവരും ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബ്ലാക്കിൽ ചെയ്തു. ബ്ലാക്കിൽ ചെയ്തിട്ട് അത്രയും പ്രൊജക്ഷൻ ഇല്ലയെന്ന് കണ്ടപ്പോൾ നമ്മളൊരു ഔട്ടർ റെഡിൽ ചെറിയൊരു ഔട്ടർ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിക്കറിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആഡോൺസ് ആണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഗ്രാഫിക്കാണ് കേട്ടോ. ഈ ഗ്രാഫിക് ആക്ച്വലി നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ 2020 അങ്ങോട്ട് ഞാൻ ഈ ഒരു ഗ്രാഫിക് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ താറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരുപാട് താറുകൾ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ തന്നെ ഒരുപാട് താറിൽ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസീംക്ക് വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഗ്രാഫിക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫിക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലുണ്ട്, ഇപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ നമ്മുടെ അമേരിക്കൻ ഫ്ലാഗ് വേറൊരു വെറൈറ്റി ഡിസൈനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോർമലി ഫ്ലാഗിൻ്റെ ഒരു സ്ട്രൈറ്റ് ആയിട്ടാണല്ലോ, അപ്പോൾ ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് സംതിങ് വെറൈറ്റി ആയിട്ട്. പിന്നെ നോർമൽ ഫ്ലാഗിൻ്റെ ഈ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു സ്റ്റാറുകളായിരിക്കും. അത് നമ്മൾ മാറ്റിയിട്ട് കുറച്ചും കൂടി വലിയ സ്റ്റാർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹിൻ സ്റ്റെപ്പ് അവർ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹിൻ സ്റ്റെപ്പാണ് കേട്ടോ. ഈ റെയിൻ ഗാർഡ് നമ്മൾ 2 സൈഡിലും റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് 80 ടയേഴ്സ് ആണ്. നമ്മൾ 285, 60, 18 ഇഞ്ച് ടയേഴ്സ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. റോഡ് ക്രൂസറുടെ 80 ടയേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രോമാൻ്റെ സ്പേസേഴ്സും നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡ്രമ്മും ഫ്രണ്ട് കാലിപ്പറും റെഡ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതായത് റെഡ് പെയിന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ റെഡ് തീമിലാണല്ലോ നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ള് ചെയ്തെടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് റെഡ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. വീല് പിന്നെ കമ്പനി കളറിൽ തന്നെ കീപ്പ് ചെയ്തേക്കാണ് കേട്ടോ. ഈ ഒരു താറിന്റെ ബാഡ്ജിക്കും റെഡിലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ബാക്കാണ്. ബാക്കിൽ കുറച്ചധികം ആഡോൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സ്പോയിലർ ലൈറ്റുമ്പോൾ തുടങ്ങാം. ഈ ലൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭംഗി വണ്ടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അതുപോലെ ബ്രേക്ക് ലൈറ്റ് ഉണ്ടാവും, പാർക്ക് ലൈറ്റ് ഉണ്ടാവും. ട്രയാങ്കുലർ സ്റ്റൈല് 3rd ബ്രേക്ക് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 ഡോട്ട് പോലുള്ളൊരു ബ്രേക്ക് ലൈറ്റാണ്. അത്യാവശ്യം ഭംഗിയുള്ളൊരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വിത്ത് ക്ലാമ്പായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വണ്ടി അസീംക്ക് എടുത്ത സമയത്ത് ഈ ഒരു ബാക്കിൽ ഉണ്ടായിരുന്നത് ഡ്രമ്മായിരുന്നു, വീൽസ് അല്ലായിരുന്നു, ഡ്രമ്മായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡ്രമ്മിൽ നമ്മൾ മാറ്റി ഈ ഒരു വീൽസും നമ്മൾ എടുത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ഇരിക്കുന്ന ഈ ഒരു സ്റ്റേ ഉണ്ടല്ലോ, ഈ സ്റ്റേൻ്റെ ആ ഒരു ഭാഗം നമ്മൾ റെഡ് ഫിനിഷിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. സാറിൻ്റെ ലോഗോ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈലൈറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈലൈറ്റ്സ് ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കളിക്കുന്ന ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. നമ്മുടെ ഇൻഷാർക്കാട് താറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. ആ ഒരു ടൈലൈറ്റാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതിൻ്റെ സൈഡിലും ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂടാതെ നമ്മുടെ ഈ സൈഡിലും ലൈറ്റ്സ് വരുന്നുണ്ട്. ടൈലൈറ്റിന് മാച്ചിങ് ആയിട്ടുള്ള റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കാറിലൊന്നും കാണാത്തൊരു സംഭവം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ അക്രോപോവിക്കിൻ്റെ ഈ ഒരു ടിപ്പ്. കാർബൺ ഫൈബർ ഫിനിഷിങ്ങിൽ വരുന്ന സൈലൻസർ ടിപ്പ്
രണ്ട് ഭാഗത്തും 2 ടിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഫംഗ്ഷനൽ ആക്കിയേക്കാണ്, ആ സൈഡ് നമ്മൾ ഡമ്മി ആക്കിയിട്ട്, അതായത് നമ്മളെ ടിപ്പ് വെറുതെ വെച്ചേക്കല്ല, അതിന് നമ്മൾ SSL പൈപ്പ് ബെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതും ഒരു കാണുമ്പോൾ വർക്കിംഗ് എന്നുള്ള ലെവലിൽ പണിതെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്കിപ്പ് ലൈറ്റ് കസ്റ്റം ചെയ്തെടുത്തതാണ്. ഇതിന് മുന്നേ 2 വണ്ടിയിൽ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെയ്തിട്ട് കൊറിയർ ചെയ്തിട്ടും ഒരു ഗുജറാത്തിക്കും അതുപോലെ ഒരു ഹരിയാനയ്ക്കും കൊറിയർ ഇത് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇന്റീരിയറിലാണ്, ഞാൻ ഇന്റീരിയറിൽ കാണിച്ചു തരാം. ഫംഗ്ഷനൽ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ വെറുതെ ടിപ്പ് മാത്രം വെച്ചിട്ട് കാര്യം, ഇപ്പോൾ ഒരു ലോ ബോർഡ് ഒരു വണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് സിവിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അടിയിൽ വെച്ച് കഴിഞ്ഞാലും കാണില്ല. പക്ഷേ താറ് ഇങ്ങനെ ഹൈറ്റിലുള്ള വണ്ടിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ടിപ്പ് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ SS എടുത്തിട്ട് പക്ക ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഫംഗ്ഷനൽ പോലെ. ഓക്കെ, കണ്ടോ? അതുപോലെ തന്നെ അപ്പുറത്തും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്തും ഫംഗ്ഷനലാണ്, ഈ സൈഡിൽ നമ്മൾ ഡമ്മിയാണ്, പക്ഷെ എന്നാലും ഒരു വൃത്തിയിൽ നമ്മൾ പൈപ്പെല്ലാം ചെയ്ത് ഫംഗ്ഷനൽ പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്, കണ്ടോ? വണ്ടി കംപ്ലീറ്റ്ലി മാറിയിട്ടാണ്. ആ ഒരു ടയറും സ്പേസറും ഇത്രയും ആഡ് ഓൺസും എല്ലാം കൂടി വന്നപ്പോൾ വേറെ തന്നെ മൂടായി. പിന്നെ അതുപോലെ കൂളിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് വണ്ടിയിൽ. ഓവർ ഡാർക്കും അല്ല ഓവർ ലൈറ്റും അല്ലാത്ത ലെവലിൽ ചെയ്തെടുത്തിട്ടുണ്ട് വണ്ടിയിൽ. ഇനി നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. AC വെൻസ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ S ക്ലാസ് സ്റ്റൈൽ AC വെൻസ് ആക്കിയിട്ടുണ്ട്. നോർമലി ഫസ്റ്റ് ഒക്കെ വന്നിരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ആയിട്ടാണ്, അതായത് ഇവിടെ ലൈറ്റ് വരും, ആ ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ലൈറ്റ് ആയി നിൽക്കണ പോലെയായിരുന്നു വന്നിരുന്നത്. ഇത് ഈ ഒരു AC വെൻറ്റ് വന്നിട്ട് ഔട്ടറിലും കൂടി ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സും കാര്യങ്ങളും ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ സൈഡിൽ നമ്മൾ ആംബിയൻ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആംബിയൻ ലൈറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണില്ല, ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാലാണ് അറിയുള്ളൂ. ആംബിയൻ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റിന് അനുസരിച്ചിട്ട് ഈ ഒരു പീസും ലൈറ്റ് വരും കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഗ്രാബ് ഹാൻഡിലാണ്. ഗ്രാബ് ഹാൻഡിൽ ഏത് വണ്ടിക്കും വേണ്ട ഒരു സാധനമാണ്. നോർമലി മുന്നേ വന്നിരുന്ന ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ഒരു 3 വർഷം മുന്നൊക്കെ വന്നിരുന്നത് ഇവിടുന്ന് ഹോൾ അടിച്ചിട്ട് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ നമ്മൾ ചെയ്തിരുന്നത്. വേറൊരു ബ്രാൻഡിൽ വരുന്ന ഗ്രാബ് ഹാൻഡിലാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ഈ വണ്ടിയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ ഗ്രാബ് ഹാൻഡിൽ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്റീരിയർ ഫുള്ള് കംപ്ലീറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് ഇപ്പം അതിൽ റെഡ് കൊണ്ടിരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബ്ലാക്കിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കമ്പനി സ്റ്റീരിയോ ഉണ്ടായിരുന്നു, കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തിട്ട് ഷോറൂമിൽ നിന്ന് എങ്ങനെ വരുന്നത് ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പില്ലർ സ്പീക്കർ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ്, ഇങ്ങനെ ഈ ഒരു പാഡോട് കൂടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പില്ലർ സ്പീക്കർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഉണ്ട്, ആ സൈഡിലും ഉണ്ട്, ഇവിടെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലത്തെ ആ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. വണ്ടി കംപ്ലീറ്റ്ലി ബൾക്കിയായി. മെയിനായിട്ട് ആ ടയറും നമ്മൾ ആ ഒരു സ്പേസേഴ്സും ആഡ് ചെയ്തപ്പോഴാണ് വണ്ടിയുടെ ആ ഒരു ലുക്ക്. നമ്മൾ എത്ര ആക്സസറീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും താറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റോക്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാലും വീൽസും ടയറും ഒരു 2 ഇഞ്ച് ബോഡിയുടെ പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാലാണ് ആ ഒരു വൃത്തി ഏത് വണ്ടിക്കും കിട്ടുള്ളൂ. ഇനി ഒന്നും ആക്സസറീസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് സ്പേസർ ഇട്ടിട്ട് 2 ഇഞ്ച് സ്പേസർ ഇട്ടിട്ട് പുറത്തേക്ക് ഇട്ടാൽ തന്നെ വണ്ടി ബൾക്കിയായി, അപ്പോൾ തന്നെ ഭംഗിയായി. അതല്ലെങ്കിൽ ഏത് ആക്സസറീസ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. മുന്നേ അസീംക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റ്സ് എല്ലാം റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാക്കണം. നമ്മൾ മുന്നേ കുറച്ച് താറുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ ഫുൾ പെയിന്റ് ചെയ്തിട്ട് ഡാഷ്ബോർഡ് എല്ലാം പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലുള്ള വർക്ക് എന്നുള്ള ലെവലിലാണ് അസീംക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മാറ്റി അതൊന്നും വേണ്ടാന്ന് വെച്ചു, ഇന്റീരിയർ ഒന്ന് കുറച്ച് ഓടി ഒന്ന് മോശമായതിനു ശേഷം നമുക്ക് ചെയ്തെടുക്കാം, സീറ്റ് കവറും അതുപോലെ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഈ ആക്സസറീസ് എല്ലാം ആഡ് ചെയ്തത് കേട്ടോ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, അതുപോലെ ബ്ലൂടൂത്ത്, ഓക്സ്, യൂട്യൂബ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഇവിടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഹോം, അതുപോലെ ബാക്ക് ബട്ടൺ ഉണ്ട്, നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. മ്യൂസിക്കിന്റെ ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഓൺ ആവും. ഗൂഗിൾ മാപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു AC വെൻസും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഈ ഒരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സ്വിച്ചസും കാര്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഫോണിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഓണായി. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഇപ്പോൾ രാത്രി ബുദ്ധിമുട്ട് എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കളർ, നമുക്കിതിങ്ങനെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ പാർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ കളർ ആക്കാൻ പറ്റും, ഗ്രീന്, അതുപോലെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, അതുപോലെ ഫോണിൽ ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ആംബിയൻ ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആംബിയൻ ലൈറ്റ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലുള്ള ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. കറക്റ്റ് ആ ലൈന് കണ്ടോ, എൻ്റെ വരെ ഡോറ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ ആംബിയൻ ലൈറ്റ് കണ്ടോ. ആംബിയൻ ലൈറ്റും അത്യാവശ്യം
കളേഴ്സും കാര്യങ്ങളും അത്യാവശ്യം മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം മോഡും അത്യാവശ്യം കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിംഗിൾ കളേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, റെഡ്, ഗ്രീന്, അതുപോലെ ഒരുപാട് കളേഴ്സ് വരുന്ന ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആംബിയൻ ലൈറ്റും നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇപ്പോൾ രാത്രി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും കളർ ചേഞ്ച് ചെയ്യാനും ഓഫ് ചെയ്തിടാനും എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു ഡ്രൈവ് നോക്കി നോക്കണം. അതുപോലെ തന്നെ സ്പേസർ ഇട്ടിട്ട് നമുക്ക് വൊബ്ലിംഗ് ഉണ്ടോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. നമ്മൾ സ്പീഡിൽ പോയിട്ട് കാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നല്ല റിയാക്ഷൻസ് കിട്ടുന്നുണ്ട് കേട്ടോ വണ്ടി കണ്ടിട്ട്. കാരണം വണ്ടി ഭയങ്കര ബൾക്കി ആയി വരുന്ന കാണാൻ വേണ്ടി ഭയങ്കര വേറെ തന്നെ ഒരു രസമല്ലേ. കേട്ടോ, ഒബ്ലിംഗ് ഒന്നും ഇല്ല, സ്റ്റിയറിംഗ് വീലിന് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നോട് വണ്ടികളായതുകൊണ്ട് നമുക്ക് റേറ്റ് വരെ നോക്കാൻ പറ്റിയിട്ടുള്ളൂ, ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഒബ്ലിംഗ് ഒന്നും വരില്ല. കാരണം നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള അലുമിനിയത്തിൻ്റെ പ്രോമാൻ്റെ സ്പേസറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ലിംഗ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഇൻറ്റീരിയറും നല്ല രസമായിട്ടുണ്ട്. മറ്റേ ലൈറ്റൊക്കെ കത്തിയിട്ട് ഡ്രൈവ് ചെയ്യാൻ നല്ല മൂഡുണ്ട്. രാത്രി ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ്, ബ്രൈറ്റ്നസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് കുറക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ താറ് കൊണ്ടുപോയിട്ടാണ് നമ്മുടെ സിം കാർഡ് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് കൊണ്ടുപോയി. ഇതുപോലത്തെ വർക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, പെയിൻറ്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്, ബോഡി കൺവേർഷൻ ചെയ്യുന്നുണ്ട്, ബോഡി കിറ്റ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ A to Z വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.